കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന നമ്മൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിയും കൊടുത്തിട്ടുള്ള വ്യാജ 498A കേസുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്ത ഒരു എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ശ്രുതിനെ കോടതിയിൽ വിചാരണ ചെയ്തിരുന്നു. അതിനുശേഷം ശ്രുതിയുടെ അച്ഛനെ കോടതിയിൽ വിചാരണ ചെയ്തിരുന്നു. അതിനുശേഷം ഈ കേസിലെ മൂന്നാമത്തെ വിറ്റ്നസ് ആയിട്ടുള്ള ശ്രുതിയുടെ അമ്മേനെയാണ് കോടതിയിൽ വിചാരണ ചെയ്യുവാനായിട്ട് പോകുന്നത്. ആ സമയത്ത് അവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ സീനിയർ അഡ്വക്കേറ്റ് ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് വിളിച്ചു കഴിഞ്ഞപ്പോൾ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ APP ആദ്യം ഈ സ്ത്രീയെ ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഊഴമായിരുന്നു നമ്മുടെ വക്കീൽ ചോദ്യം ചെയ്യുന്നു. പ്രധാനപ്പെട്ട പ്രസക്തമായിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ ഇവളുടെ അച്ഛനോട് ചോദിച്ച പോലെ തന്നെ ആദ്യത്തെ ചോദ്യം ഇത് തന്നെയായിരുന്നു. പെണ്ണ് ആലോചിച്ച് വരുന്ന സമയത്ത് നിങ്ങളൊരു സാധാ തയ്യൽ ജോലിക്കാരിയാണ് എന്നും ഭർത്താവ് ഒരു സാധാ ഡ്രൈവറാണ് എന്നും നിങ്ങൾക്ക് സ്വന്തമായി വീടില്ല എന്ന കാര്യങ്ങളും ഭർത്താവിനും ഈ കല്യാണം കഴിക്കാൻ ആലോചിച്ച് വരുന്ന ഭർത്താവിൻ്റെ വീട്ടുകാർക്കും അറിയുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്ത് തന്നെയായിരുന്നു? യെസ് എന്ന് തന്നെയായിരുന്നു അതിൻ്റെ ഉത്തരമായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യം ഇതായിരുന്നു, നിങ്ങൾക്ക് എത്രമാത്രം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ ഭർത്താവിൻ്റെ വീട്ടുകാരും നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കുവാനായിട്ട് തയ്യാറായിട്ടുള്ളത്? അതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ഈ സ്ത്രീയോട് ചോദിക്കാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് അവർ പറഞ്ഞ കാര്യം ഇതാണ്, മകളുടെ വിദ്യാഭ്യാസ യോഗ്യത PG കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്നുള്ള ഒറ്റ കണ്ടീഷനും അതുപോലെ തന്നെ അവളുടെ പെരുമാറ്റ രീതികളും മൊത്തത്തിലുള്ള കാര്യങ്ങളും നോക്കിക്കൊണ്ടാണ് ഈ പയ്യൻ കല്യാണം കഴിക്കുവാനായിട്ട് തയ്യാറായിട്ടുള്ളൂ. ഒപ്പം തന്നെ ജാതകത്തിൻ്റെ ഒരു ആനുകൂല്യവും അവിടെ ഉണ്ടായിരുന്നു, ജാതകം ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് കല്യാണം കഴിച്ചേക്കുന്നത്. അവർ ഒരു വിധത്തിലുള്ള സ്ത്രീധനവും ചോദിച്ചിരുന്നില്ല എന്ന കാര്യവും അവർ കോടതിയിൽ പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ അടുത്ത ചോദ്യം ഇതായിരുന്നു, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീധനം ഒന്നും ചോദിക്കാത്ത ഒരു പയ്യൻ കല്യാണം കഴിക്കുവാൻ വരികയും കല്യാണം കഴിക്കുകയും ചെയ്തതിന് ശേഷം അവർക്ക് എതിരെ നിങ്ങൾ എന്തിനാണ് ഇതുപോലെയുള്ള 498 പോലെയുള്ള കേസുകൾ ഫയൽ ചെയ്തിട്ടുള്ളത് എന്ന ചോദ്യം അവിടെ വരികയാണ് ചെയ്യുന്നത്, അല്ലേ? നമുക്കൊരാളെ പറ്റി നല്ലൊരു അഭിപ്രായമുണ്ട്, അങ്ങനെ ഉണ്ടായിട്ട് പോലും നമ്മൾ എന്തിനാണ് അവർക്കെതിരെ വ്യാജ പരാതി കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിൻ്റെ മറുപടികൾ വളരെ വിചിത്രമായ മറുപടികളായിരുന്നു. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഈ അമ്മയ്ക്ക്, അതായത് ശ്രുതിയുടെ അമ്മയ്ക്ക് 3 ചേച്ചിമാരാണ് ഉള്ളത്. ഇവർ ഈ മലയോര പ്രദേശത്താണ് ഇവർ മുഴുവൻ താമസിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ വളരെ ആർഭാടകരമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തികളാണ്. എന്ന് മാത്രമല്ല ഇവർക്ക് ആർക്കും സ്വന്തമായി വീട് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. പക്ഷേ ഇവർക്കെല്ലാം 2-3 പെൺമക്കൾ ഭേദം എല്ലാവർക്കും ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിനെ ഈ പറയുന്ന പെൺകുട്ടികൾ പല രീതിയിലും ആകർഷിപ്പിച്ച് അവരെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഭർത്താവിൻ്റെ വീട്ടുകാരുമായി തല്ലി കൂടിപ്പിച്ച് അവരുടെ ഭർത്താവിൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ ഭർത്താവിന് കിട്ടേണ്ട സ്വത്തുക്കൾ ഭാഗം മുതൽ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുകയും ആ കിട്ടുന്ന എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ ഈ പറമ്പിലെ വീട് വെച്ച് ഭർത്താവ് ഈ പറയുന്ന പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരെയും കൂടി ഈ പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി സുഖകരമായി അവരുടെ ചെലവിൽ ജീവിക്കുക എന്നുള്ളതാണ് ഈ 3 ചേച്ചിമാരും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർക്കും ഇതുപോലെ തന്നെ 2 പെൺമക്കളാണ് ഉള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു, ഈ ശ്രുതിയുടെ ഭർത്താവിനെയും ഇതുപോലെ തന്നെ അവരുടെ വീട്ടുകാരുമായി തല്ലി കൂടിപ്പിച്ച് ഭാഗം മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വീട് വെച്ച് ഇവർക്കെല്ലാവർക്കും കൂടി ഈ മരുമകൻ്റെ ചെലവിൽ നല്ല രീതിയിൽ ജീവിക്കാം എന്ന് വിചാരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാനിനെ പറ്റിയിട്ട് അമ്മ ഈ ശ്രുതിയോട് ഫോൺ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. നീ ഇതുപോലെയൊക്കെയാണ് നമ്മുടെ പരമ്പരയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത്, നീയും അതുപോലെ ചെയ്യണം എന്ന കാര്യം ഈ പറയുന്ന ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശ്രുതിയോട് ഇവളുടെ അമ്മ ഫോണിലൂടെ പറഞ്ഞ കാര്യം
ഈ ഭർത്താവ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അറിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പെൺകുട്ടി പെട്ടെന്ന് ഗർഭിണിയാവുന്നതിനോട് ഈ ശ്രുതിയുടെ അമ്മയ്ക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യങ്ങളും ഉണ്ടായിരുന്നില്ല. കാരണം ഗർഭിണിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു 7 മാസമൊക്കെ ഗർഭിണിയായി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരേണ്ടതായിട്ട് വരും, നോക്കേണ്ടതായിട്ട് വരും. പിന്നെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ കുട്ടിക്കും അതുപോലുള്ള സ്വർണ്ണങ്ങളും മറ്റു കാര്യങ്ങളും കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരുപാട് കടബാധ്യതകൾ വീണ്ടും വരുവാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ കടം മേടിച്ചിട്ടാണ് ഇവരിതുപോലുള്ള കാര്യങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഗർഭിണിയായി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ഒരു കടബാധ്യത കയറി വരും. അതുകൊണ്ട് ഗർഭിണിയാവരുത് എന്നുള്ളൊരു നിർദ്ദേശം ഈ മകൾക്ക് ഈ അമ്മ കൊടുത്തിരുന്നു. എന്നാൽ ഈ കൊടുത്ത നിർദ്ദേശം കൊടുക്കുക മാത്രമല്ല, ഗർഭിണിയാവാതിരിക്കുവാനായിട്ടുള്ള കുറേ മെഡിസിൻസും ഈ പെൺകുട്ടിക്ക് ഈ അമ്മ കൈമാറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഇത് കണ്ടെത്തുകയാണ് എന്നുണ്ടെങ്കിൽ പനിക്കുള്ള ഗുളികയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖങ്ങൾക്കുള്ള ഗുളികയാണ് എന്ന് കള്ളം പറഞ്ഞാൽ മതി എന്നും ഈ പെൺകുട്ടീനെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഗുളിക ഭർത്താവ് കാണുകയും കണ്ടതിന് ശേഷം ഈ പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ ഈ അമ്മ പറഞ്ഞു കൊടുത്ത അതേ മറുപടി തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഭർത്താവ് എന്ത് ചെയ്തു, ആ ഗുളിക എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അത് ഗർഭം നിരോധിക്കുവാനുള്ള മരുന്നാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടി ഇല്ലാത്ത സമയത്ത് ഈ പെൺകുട്ടിയുടെ ബാഗിൽ നിന്നും ഈ ഗുളിക എടുത്ത് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുകയും തുടർന്ന് ഈ പെൺകുട്ടി ഗർഭിണിയാവുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗർഭിണിയാകരുത് എന്ന് ആഗ്രഹിച്ച പെൺകുട്ടി ഗർഭിണിയായി. അങ്ങനെയാണെങ്കിൽ ഗർഭിണി ആയതിനു ശേഷം ആ ഗർഭം കലക്കുവാനായിട്ട് നമുക്ക് കുറച്ച് പഴങ്ങളും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് കൊണ്ടുവരും, നീ അത് കഴിക്കണം എന്ന് പറയുകയും അങ്ങനെ കുറേ പഴങ്ങളായിട്ട് വരികയും ചെയ്തു. ഇവരിങ്ങനെ പ്ലാൻ ചെയ്ത കാര്യം ഭർത്താവ് തന്ത്രപൂർവ്വം മനസ്സിലാക്കുകയും അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ഈ പപ്പായ, പിന്നെന്താണ് മുരിങ്ങയുടെ ഇല, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടുവന്നപ്പോൾ അതൊന്നും ഒരു കാരണവശാലും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അത് നശിപ്പിച്ച് കളയുകയും അങ്ങനെയും ആ ഗർഭം നശിപ്പിച്ച് കളയുന്ന ആ ഒരു പരിപാടിയിൽ നിന്നും ഇവർ ഈ മരുമകൻ ഈ തന്ത്രപൂർവ്വം അതിൽ ഇടപെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു കാരണവശാലും ഈ മരുമകൻ്റെ കയ്യിൽ നിന്നും പണം കിട്ടില്ല എന്നും മരുമകൻ നമ്മൾ വിചാരിച്ച പോലെ ഒരു പെൺകോന്തനല്ല എന്നുള്ള കാര്യം, സ്വന്തം ഭർത്താവും മറ്റുള്ളവരും അങ്ങനെയാണ് എന്ന് വെച്ചിട്ട്, അതുപോലെ ഈ മരുമകനും അതുപോലെ തന്നെ പെണ്ണിൻ്റെ വാക്ക് കേട്ട് നടക്കുന്ന ഒരു പൊട്ടനാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല എന്നും മനസ്സിലായതോടുകൂടി ഫിനാൻഷ്യലി ഇവർക്ക് ഇത് നഷ്ടം വരുത്തും എന്നുള്ളൊരു ബോധം വന്നതോടുകൂടിയാണ് ഈ സ്ത്രീയും ഇയാൾക്കെതിരെ തിരിയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും മരുമകനെ പറ്റിയിട്ടുള്ള ഈ ഒരു എന്താ പറയുക കാര്യങ്ങൾ മുഴുവനും സ്വന്തം ഭർത്താവുമായി ഡിസ്കസ് ചെയ്തപ്പോൾ ഭർത്താവിൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ, അതായത് നമുക്കൊരു ലോറി മേടിക്കണം, ആ സ്വർണം വീട്ടിലെത്തിക്കണം, അതിനുശേഷം നമുക്ക് ഇതിനെ ഒരു സ്ത്രീ നിരോധന പീഡന നിയമപ്രകാരമുള്ള ഏതെങ്കിലും കേസുകളിലും ഉൾപ്പെടുത്തി ഇവനെ ഒന്ന് ബ്ലോക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾക്ക് ഭംഗിയായിട്ട് പോവാം എന്ന് ഭാര്യയും ഭർത്താവും കൂടി ഒരു ചെറിയൊരു ധാരണയിലെത്താണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന് വേണ്ടിയുള്ള നിയമത്തെ എങ്ങനെ ദുരുപയോഗം ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല. ആ ഉപദേശങ്ങൾ എവിടുന്ന് കിട്ടും എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ കാര്യം അവരെന്ത് ചെയ്യുന്നു, ഒരു ദിവസം അവർ ഫോൺ വിളിച്ച ഈ സ്ത്രീയുടെ ആങ്ങള പറയുകയാണ് അതിനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഒരു ദിവസം നിങ്ങളെല്ലാവരും കൂടി എൻ്റെ വീട്ടിലേക്ക് വരൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലേ? അപ്പോൾ ഇതായിരുന്നു ശ്രുതിയുടെ അമ്മ കോടതിയിൽ കൊടുത്തിട്ടുള്ള ഒരു മൊഴി എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും വക്കീൽ ചോദിച്ച അടുത്തൊരു ചോദ്യം കൂടി ഇതായിരുന്നു, നിങ്ങൾ ഈ 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തതിൽ 5 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവിൻ്റെ വീട്ടുകാർ മോഷ്ടിച്ചു എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 പവൻ സ്വർണ്ണാഭരണങ്ങളും എൻ്റെ മകള് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 5.5 പവൻ എന്ന് പറയുന്നത് ഈ ഭർത്താവ് പെൺകുട്ടിക്ക് കല്യാണ സമയത്ത് അണിയിച്ചു കൊടുത്തിട്ടുള്ളൊരു സ്വർണ്ണമാണ്. ആ സ്വർണം തിരിച്ചു കൊടുക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, 5.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ ഭർത്താവിൻ്റെ വീട്ടുകാർ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്യുവാനായിട്ടുള്ള ഒരു കാരണമായി മാറിയിട്ടുള്ളത് എന്ന് നമ്മുടെ ഈ സ്ത്രീ പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 498 കേസിൻ്റെ തുടക്കത്തിൽ കൊടുത്ത പരാതിയും വിചാരണ നടത്തപ്പോൾ ആ കേസുമായി ഒരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള ഗൂഢാലോചനകളുമാണ് പിന്നീട് മൊത്തം ഇവിടെ നടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ
വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കേസ് കോംപ്രമൈസ് ചെയ്യാനായിട്ട് പോവുകയോ എന്തെങ്കിലും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ മൂടി വയ്ക്കപ്പെട്ട സത്യങ്ങൾ ഒരു കാരണവശാലും പുറം ലോകം അറിയില്ലായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടുകാരും സ്ത്രീധന പീഡന്മാരും സ്വർണത്തിന് വേണ്ടി ഈ പാവപ്പെട്ട പെൺകുട്ടീനെ ഉപദ്രവിക്കുന്നവരുമായി മാത്രമാണ് ഈ സമൂഹം കണക്കാക്കുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതിനെയെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് സത്യം ജയിക്കും എന്നുള്ള ഒരു ഉറപ്പിൻ്റെ പുറത്ത് അവർ വളരെ ഭംഗിയായി കാര്യങ്ങൾ പ്ലാൻ ചെയ്തു പോയതുകൊണ്ട് ഈ അമ്മയുടെ കള്ളത്തരങ്ങളും കോടതിയിൽ നമുക്ക് തെളിയിക്കുവാനായിട്ട് പറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ കേസിൻ്റെ മെയിൻ ബ്രെയിനായിട്ടുള്ള ഇവളുടെ അമ്മാവൻ, ശ്രുതിയുടെ അമ്മാവൻ അല്ലെങ്കിൽ ശ്രുതിയുടെ അമ്മയുടെ ആങ്ങള, അയാളുടെ വിചാരണയാണ് നമുക്കിനി അടുത്തതായിട്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഇനി കാര്യങ്ങൾ പുറത്തു വരാനുള്ളത് എന്നുള്ളത് നമുക്കിത് നോക്കാം. സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.